അടദോശയുടെയും പനിയാരത്തിന്റെ ഒക്കെ സിമിലർ ടേസ്റ്റ് ഉള്ള ഒന്നാണ് ഈ ഒരു ട്രഡീഷണൽ പാലക്കാടൻ സ്പെഷ്യൽ ആയിട്ടുള്ള ചിന്താമണി അപ്പം. പുറമെ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആണ്. ഇതിന്റെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചട്നിയാണ്. കൂടെ കുറച്ച് സാമ്പാറും ഫിൽറ്റർ കോഫി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു ചിന്താമണി അപ്പം ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അരിയും ലെന്റിൽസും ഒക്കെ അരച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനായിട്ട് കുറച്ച് പച്ചരിയും ഇഡ്ലി റൈസ് അല്ലെങ്കിൽ പൊന്നിയരി നന്നായിട്ട് വാഷ് ചെയ്ത് വയ്ക്കുക. ഇനി കുറച്ച് കടലപ്പരിപ്പ്, ചെറുപയർ പരിപ്പ്, തുവരപ്പരിപ്പ് ഇത് ഇത്രയും നന്നായിട്ട് വാഷ് ചെയ്ത് എല്ലാം ഒരുമിച്ച് കുറച്ചധികം വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. ഒരു 10 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യണം കേട്ടോ. നന്നായിട്ട് സോക്കായി കഴിഞ്ഞാൽ ഇതൊന്ന് അരച്ചെടുക്കുക. അരയ്ക്കാനായിട്ട് സോക്ക് ചെയ്തിട്ടുള്ള വെള്ളം തന്നെയാണ് യൂസ് ആക്കുന്നത്. നന്നായിട്ട് അരച്ചെടുക്കുക. പക്ഷെ ഒരുപാട് ഫൈൻ ആവേണ്ട, ചെറിയ ചെറിയ തരി ഉണ്ടായിരിക്കണം കേട്ടോ. ഇനി ഒന്ന് ക്ലോസ് ചെയ്ത് 4 to 5 hours ഫെർമെന്റ് ചെയ്യാനായിട്ട് വെക്കുക. ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് നന്നായിട്ട് ഫെർമെന്റ് ആയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ആഡാക്കുക. ഇതിലേക്ക് കടുകും ഉഴുന്നും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള കുഞ്ഞുള്ളിയും ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം കേട്ടോ. ആ ഒരു കളറൊക്കെ മാറുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ചിട്ട് ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ദോശമാവിന്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് കേട്ടോ. ഇനി ഒരു പനിയാരം പാനിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ആക്കി കൊടുക്കുക. ഇത്രയും ഓയിൽ വേണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രം ആഡ് ചെയ്താൽ മതി. ഇതാകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഒന്ന് ചൂടാക്കുമ്പോൾ കുറച്ചായിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. ഒരു സൈഡ് കുക്കായി കഴിഞ്ഞാൽ മറിച്ചിടുക. ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ എടുക്കാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ചിന്താമണി അപ്പം റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ക്യാപ്ഷനിൽ എടുത്തിട്ടുണ്ട് കേട്ടോ.